ഒരു വരി അടിക്കുറിപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അടിയന്തരാവസ്ഥയിലെ ഭരണകൂട ഭീകരതയെ തുറന്നു കാട്ടുന്ന മിസ നാടകം. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതാര്? കോൺഗ്രസ്. നാടകം കളിക്കുന്ന ഇന്നത്തെ ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഇന്ത്യൻ മുന്നണിയിലെ പ്രധാന കക്ഷിയാര്? കോൺഗ്രസ്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് സി അച്യുതമേനോൻ. ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ. അതായത് കേരളം ഭരിച്ചിരുന്ന ഇന്നത്തെ ഇന്ത്യ മുന്നണി. എന്നിട്ടാണ് ഇവർ വിപ്ലവ നാടകവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇനിയും കല എന്ന് പറയുന്നത് ഈ തുണി കുറച്ച് ഡാൻസ് ചെയ്യുന്നതും അഭിനയിക്കുന്നതും മാത്രമല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. തന്നെയുമല്ല, അത് അഭിനയിക്കുവാനുള്ള ഒരു കഴിവിനെ ആസ്പദമാക്കിയുമാണ് നമ്മൾ വിലയിരുത്തുന്നത്. അല്ലാതെ അതിനകത്തെ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചിരുന്നു എന്നത് അതേപടി കാണിക്കുന്നതിലൂടെയല്ല. ചുരുക്കത്തിൽ മഞ്ജു വാര്യർ ഭരതനാട്യമോ മോഹിനിയാട്ടോ കാണിക്കുന്നത് പോലെ തന്നെ മണി കളിക്കണമെന്ന് പറഞ്ഞാൽ സംഭവിക്കുമോ ആവോ? അതോ കേരള ജനത അത് കണ്ട് ആസ്വദിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്ന ഡിവൈഎഫ്ഐയുടെ സമ്മേളനവും അതിനെ തുടർന്ന് ആ പരിപാടിക്കിടെ അവതരിപ്പിച്ച മിസ എന്ന നാടകവും കേരളത്തിലുടനീളം വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേളനം ഉൾപ്പെടെ ഒന്നുമേ ഞാൻ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത കൂട്ടത്തിൽ സിൽക്ക് സ്മിതയുടെ പാട്ടും ഒരു ഡാൻസും കണ്ട ഞാൻ ഒരു നിമിഷം അതൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, സിൽക്ക് സ്മിതയുടെ രൂപത്തിൽ സ്ഫടികത്തിലെ പാട്ടിൽ താളം ചവിട്ടുന്ന ഒരു പെൺകുട്ടിയെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്ന CPIയുടെ സംസ്ഥാന സമ്മേളനം എന്ന ബോർഡും പുഷ്പനെയും ഒക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്നറിയാനുള്ളതിൽ ഞാനൊന്ന് നോക്കിപ്പോയതാണ് ഈ നാടകത്തിന്റെ ഈ രംഗം കാണുവാൻ ഇടയായത്. പക്ഷെ പിന്നീട് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്ന ഒരേ ഒരു വിഷയം CPMന്റെ ഈ നാടകം CPM തന്നെ വിവാദമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ED വിവാദവും മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള പ്രയോഗങ്ങളൊക്കെ നടക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. ഏതായാലും ഇത് തന്നെ കത്തിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. രാവിലെ മുതൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ അതിലെ ചില ഭാഗങ്ങൾ വെട്ടിയെടുത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞ് CPMന്റെ പരാതി. ഒരു കാര്യം ഞാൻ പറയട്ടെ, CPMകാരായാലും അല്ലാത്തവരായാലും സാധാരണ ജനത്തിന് അതൊന്നും അറിയില്ല. നോർമലായിട്ട് യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ഈ രീതിയിലുള്ള ഡാൻസ് ആണ്. ഇതിനെ അർദ്ധനഗ്ന എന്നോ അല്ല, ചിലര് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കായിക താരങ്ങൾ ഇടുന്ന മാതിരി ഷോർട്സും ബനിയനും അല്ലേ ഇട്ടത്, അതിനകത്ത് എന്താ ഇത്ര വൾഗാരിറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, 52 കൊല്ലമായി ഓർക്കാതെ കിടന്ന സ്നേഹലത റെഡ്ഡിയെ ഇപ്പോൾ ഇവർക്കൊക്കെ ഓർമ്മ വന്നതിൽ ആദ്യം തന്നെ ഒരു നമസ്കാരം പറയട്ടെ. അവർ അന്ന് മൺമറഞ്ഞു പോയി. അന്ന് അവരുടെ ഒപ്പം ജീവിച്ചിരുന്ന നേതാക്കന്മാരും ആ കാലത്ത് ജനിച്ചിരുന്ന ആൾക്കാരും ഒക്കെ ഏകദേശം 60-65 വയസ്സിന് മേളിൽ കഴിഞ്ഞു. എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴാണ് ഇന്ന് ഡാൻസ് കളിച്ച ഈ പെൺകുട്ടിയും ഇന്നിത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജനങ്ങളുമൊക്കെ സ്നേഹലത റെഡ്ഡിയെ ആണോ അതോ വേറെ വല്ലവരും ആണോ, അവരുടെ കഥ എന്താണെന്നോ ഒന്നും അറിയാതെയാണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ അടിയിൽ പിന്നെ എതിരിക്കുന്നത് അവരന്ന് അനുഭവിച്ച ബുദ്ധിമുട്ട് സിനിമാവിഷ്കാരമായിട്ട് അല്ല നാടകാവിഷ്കാരമായിട്ട് കാണിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അന്നത്തെ ക്രൂരതയെ പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നുമാണ് ന്യായം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ പറയട്ടെ, ഇതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് മനുഷ്യ മനസ്സിനകത്ത് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പഹൽഗാമിലെ ഭീകരാക്രമണം. എന്നാൽ അതിനെക്കുറിച്ച് ഒരു നാടകം ചെയ്ത് അവതരിപ്പിച്ചാൽ ഇന്നുള്ള ജനത്തിന് മനസ്സിലാകുക പോലും ചെയ്യും. ഇത് എന്നോ മരിച്ച കേരളക്കാരിയെ പോലും അല്ലാത്ത ഒരു സ്ത്രീയുടെ കഥ പുനരാവിഷ്കരിക്കുകയാണ്. അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. പക്ഷേ ഇത് കല എന്ന രീതിയിലാണ് പറയുന്നത്. അതാണ് ദഹിക്കാതെ പോകുന്നത്. രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനെ BJPയെ ആക്രമിക്കാനുള്ള ആയുധമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതിലെ ഏറ്റവും വലിയ കോമഡി ഇന്ന് പല സഖാക്കളുടെയും വാർത്താ സമ്മേളനത്തിൽ കണ്ടൊരു കാര്യമാണ്. കലയെ ഇഷ്ടപ്പെടുന്ന, പുസ്തക വായന ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ടും മുഖ്യമന്ത്രി ഒരക്ഷരം പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്. ദൈവമേ, സ്നേഹലത റെഡ്ഡിയെ CPM വേദിയിൽ അവതരിപ്പിച്ച ആ വീഡിയോ പൊതുജനം നോർമൽ രീതിയിൽ വൾഗാരിറ്റി തോന്നി സോഷ്യൽ മീഡിയ
മീഡിയയിൽ ക്ലിപ്പുകൾ എടുത്തിട്ടതിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ സഖാക്കൾ പറഞ്ഞു വരുന്നത്. വി.ഡി. സതീശൻ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ കണ്ടന്റ് കണ്ടിട്ട് എന്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി എന്റെ നാട് മാറി എന്ന തോന്നൽ വി.ഡി. സതീശൻ ഉണ്ടാകണ്ടേ? പുസ്തകം വായിക്കുന്ന ആളാണ് ഞാൻ, കലയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അത് കേൾക്കുമ്പോഴാണ് അന്തം വിട്ട് കുന്തം മെഴുകിയ മാതിരി ഇരിക്കാനേ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ഇവർക്ക് വിഷയങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. CPM പറയുന്നത് അന്ന് സ്നേഹലതാ റെഡ്ഡി അനുഭവിച്ച പീഡനങ്ങളും അതുമൂലം അവരുടെ ജയിൽവാസം കഴിഞ്ഞ് പരോളിലിറങ്ങി മരണപ്പെട്ടതുമായ സംഭവം ജനങ്ങളുടെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങത്തക്ക രീതിയിൽ അവതരിപ്പിക്കുന്ന സീനുകളിലെ ഒരു ഭാഗമായിട്ടാണ് ഈ അഭിനയം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിലും ക്രൂരമായി എത്രയോ പേരെ മതം ചോദിച്ച് വെടിവെച്ചു വന്ന പെഹൽഗാം ആക്രമണം ഇവർക്ക് അവതരിപ്പിച്ചുകൂടാ. അങ്ങനെ അവതരിപ്പിക്കാൻ ഇവർ ഇനിയെങ്കിലും തയ്യാറാകുമോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നടന്നുപോയ ചില സംഭവങ്ങളാണ് നിർഭയ കേസും അഭയ കേസും ഒക്കെ. അതിനെ ആ സംഭവിച്ച കാര്യങ്ങളെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ ഇവർ ഇനിയെങ്കിലും തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മളുടെ പല നേതാക്കളും സ്ത്രീകളും ഒക്കെ കൊടിയ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർക്ക് വീഡിയോ ചെയ്തുകൂടെ? അതിൽ തന്നെ പോലീസിന്റെ മർദ്ദനം മേടിച്ചു കൂട്ടിയ ത്യാഗോജ്വലരായ എത്രയോ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ പീഡനകഥകളെ കുറിച്ചുള്ള വീഡിയോകളും ഒക്കെ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇത് എവിടെയോ കിടന്ന ഒരു സ്നേഹറെഡ്ഡിയെ എടുത്ത് ഇന്ന് ഇതൊരു വലിയ വിഷയമാക്കി അവതരിപ്പിച്ച് ഏതായാലും ഇ.ഡി. കേസിനെ മറയ്ക്കുവാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നാണ് പൊതുജനത്തിന് മനസ്സിലാകുന്നത്. വർഷങ്ങളായി ഇവർ നടത്തി വരുന്ന പരിപാടിയാണല്ലോ ബി ഫെസ്റ്റിവൽ നടത്തി, അത് കഴിഞ്ഞ് ചുംബന സമരം നടത്തി, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി, യോനി കവാടം ഉണ്ടാക്കി, ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി നാടകം അവതരിപ്പിച്ചു. അപ്പോൾ ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം. SFIയുടെ പ്രവേശന കവാട നിർമ്മാണം പോലെ ഇതും ഏതായാലും ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ വളരെ പ്രശസ്തി ആർജിച്ചു എന്നതാണ് ഒരു കാര്യം. നിങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ച് ഇനിയും അവതരിപ്പിക്കുമെന്ന് ഘോഷിക്കുമ്പോൾ ഒരു സംശയം മാത്രം, ഈ സ്നേഹലത റെഡ്ഡിയെക്കുറിച്ചുള്ള ചരിത്രം അറിയാൻ വേണ്ടി ഞാൻ പല വിക്കിപീഡിയയിലും തപ്പി നോക്കി. അതിൽ നിന്ന് അവരുടെ ചില ഫോട്ടോകളാണ് ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നത്. ഈ സ്നേഹലത റെഡ്ഡി എന്ന് പറഞ്ഞ ഈ മരിച്ചുപോയ വ്യക്തി അല്പവസ്ത്രധാരിണിയായിട്ടാണോ ഏതെങ്കിലും ഫോട്ടോയിൽ കാണുന്നതെന്ന് ഒരു സംശയമുണ്ട്. കാരണം ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ള ഈ നാടകത്തിനകത്ത് ഈ പെൺകുട്ടി അല്പവസ്ത്രധാരിണിയായിട്ട് വരുന്ന രംഗം കാണുന്നത് കൊണ്ട് ചോദിച്ചാണ്. ഇവർ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒരു ചിത്രമോ കണ്ടിട്ടാണ് നമ്മൾ അതിനെ കോപ്പി അടിക്കുന്നതെങ്കിൽ ഓക്കെ, അവർ ആ രീതിയിലായിരുന്നു അന്ന് നടന്നിരുന്നത്, അല്ലെങ്കിൽ ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചിരുന്നത് എന്ന് പറയാം. പക്ഷെ ഒരു സ്റ്റോറിയിലും അവർ അല്പവസ്ത്രധാരിണിയായിട്ട് ഒരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയില്ല. അവരുടെ ഐശ്വര്യമാർന്ന നല്ല സാരിയിൽ ധരിച്ച രൂപം തന്നെയാണ് ഈ കണ്ടു കിട്ടിയിരിക്കുന്ന എല്ലാ പിക്ചറുകളും. പിന്നെ ഇവര് ഭാവനയിൽ മെനഞ്ഞെടുത്ത കഥാപാത്രമായിട്ടാണ് ഇത് അവതരിപ്പിച്ചെങ്കിൽ അതൊക്കെ. അപ്പം പിന്നെ അതിനെ പബ്ലിക് വിമർശിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയ്ക്കും കോൺഗ്രസിനും ഒപ്പം നിന്ന CPIയുമായി ചേർന്ന മുന്നണിയുമായി, അതും പോരാഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് CPM കോൺഗ്രസ് മുന്നണി ഘടകകക്ഷിയുമായി മാറി. യഥാർത്ഥ അടിയന്തരാവസ്ഥയുടെ കാരണക്കാരോട് സഹകരിച്ചുകൊണ്ട് തന്നെ വേണോ ഈ അടിയന്തരാവസ്ഥയിലെ അനുസ്മരണം? ഞാൻ കണ്ട ഒരു പോസ്റ്റിലെ വരികളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ശരിക്കും അത് തന്നെയല്ലേ നടക്കുന്നത്? ഈ അടിയന്തരാവസ്ഥയിലെ അനുസ്മരണം നടത്തുന്ന ഇവർ കേരളത്തിന് പുറത്ത് അവരുമായിട്ട് തന്നെയാണ് കൂട്ടുകൂടി നിൽക്കുന്നതെന്നും ആലോചിക്കുക. ഏതായാലും എനിക്ക് സൂചിച്ചത്, കലയെ അധിക്ഷേപിച്ച ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് CPM ഇന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം, അല്ലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാതുറക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ പറയുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. കഥകളിയോ മോഹിനിയാട്ടമോ ഇവയിലൊക്കെ പാഞ്ചാലി വസ്ത്രാക്ഷേപം അവതരിപ്പിക്കാറുണ്ട് എന്ന് വെച്ച് അവതാരകർ വേദിയിൽ വെച്ച് തങ്ങളുടെ തുണിയെ ഉഴിഞ്ഞുകളഞ്ഞ് അഭിനയിക്കാറില്ല. കാണുന്ന പ്രേക്ഷകരെ അവതാരകർ അഭിനയം കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനിയും കഥകളിയും മോഹിനിയാട്ടവും ഒക്കെ പോകട്ടെ, സഹാക്കളുടെ സിനിമയായിരുന്ന പഞ്ചാഗ്നിയും ലാൽ സലാം സഹാക്കളെയും ഒക്കെ ഉള്ള ചിത്രത്തിൽ സിനിമാ നടി ഗീത ഉൾപ്പെടെ സ്ട്രോങ് ആയ സഹാക്കളുടെ വേഷം ചെയ്തിരുന്ന കഥാപാത്രങ്ങളാണ്. സിനിമയിൽ പോലും അവരൊന്നും ഈ രീതിയിലുള്ള ഒരു ഭാവാഭിനയം കാഴ്ചവെച്ചതായി എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരാരേലും
ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം പൊതുജനം ഇതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ അതേ രീതിയിൽ കാണിച്ചതുകൊണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ടെന്ന് കരുതുക. പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുട്ടാനായവും മുടുന്തന്യായവും കലയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നും ഒക്കെ പറയുന്നത് എന്ത് സംസ്കാരമാണ് എന്നറിയത്തില്ല. ഏതായാലും നമ്മളുടെ കലാ മിനിസ്റ്ററും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പം കണ്ട ന്യൂസ്. ഇതൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന വിഷ്ണുനാഥന്റെ ഒരു വീഡിയോയും കാണിക്കുന്നത് കണ്ടു. അത് വേറൊന്നും കൊണ്ടല്ല, അവർ ഇനിയും കലാപരിപാടികൾ ചെയ്ത് ജനത്തിനെ വെറുപ്പിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ചാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഡാൻസിന്റെ പേരിൽ ഇനിയും എന്തൊക്കെ പുകലുകൾ കേരളത്തിൽ കാണാൻ കിടക്കുന്നുവെന്ന് നമുക്ക് കണ്ടറിയാം. ഈ വീഡിയോ തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.